ശബ്ദം കമ്പനം മൂലം ഉണ്ടാകുന്നു എന്നും ശബ്ദത്തിന് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ് എന്നും ബോധ്യപ്പെട്ടല്ലോ. എന്നാൽ ശബ്ദം നമുക്ക് അനുഭവവേദ്യമാകുന്നത് എങ്ങനെയാണ്? അതിന് നമ്മെ സഹായിക്കുന്ന ഇന്ദ്രിയം ഏതാണ്? ചെവി. ചെവിയുടെ വിവിധ ഭാഗങ്ങളിൽ ഏതെങ്കിലും ഭാഗത്തിനോ കൂടുതൽ ഭാഗങ്ങൾക്കോ തകരാറ് സംഭവിച്ചാൽ പരിണതഫലം എന്തായിരിക്കും? ജന്മനാ തന്നെയോ പിന്നീടോ ചെവിക്ക് തകരാറുകൾ സംഭവിക്കാം. അത്തരം ആളുകൾക്ക് കേൾവിശക്തി കുറഞ്ഞതുകൊണ്ട് ധാരാളം വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു. കേൾവിശക്തി കുറഞ്ഞവരോട് നാം സ്വീകരിക്കേണ്ട സമീപനം എപ്രകാരമായിരിക്കണം? Hearing aid is an electronic instrument used to provide the sensation of hearing for people with the hearing problems. Hearing aids are available in different sizes and types. കേൾവിശക്തിയുള്ള ഒരാൾക്ക് എല്ലാ ശബ്ദവും കേൾക്കാൻ സാധിക്കുമോ? നിങ്ങൾക്കറിയാമോ, നായ്ക്കളെ വിളിക്കാൻ ഉപയോഗിക്കുന്ന ഗാൾട്ടൺ വിസിലിന്റെ ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. പ്രകൃതി ദുരന്തങ്ങൾക്ക് മുന്നോടിയായി പക്ഷികളും മൃഗങ്ങളും അസാധാരണ പെരുമാറ്റം പ്രകടിപ്പിക്കും. വാവലുകൾക്ക് ഇരുട്ടിലും സുഗമമായി സഞ്ചരിക്കാൻ സാധിക്കും. വസ്തുക്കളുടെ കമ്പനം മൂലം 1,00,000 ഹെർട്സിലും കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളും പ്രകൃതിയിൽ ഉണ്ടാകുന്നുണ്ട്. എല്ലാ ആവൃത്തിയിലുമുള്ള ശബ്ദം മനുഷ്യന് കേൾക്കാൻ സാധ്യമല്ല. അതായത് മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ ആവൃത്തിക്ക് ഒരു പരിധിയുണ്ട്. ശരിയായ കേൾവിശക്തിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം കേൾക്കാൻ കഴിയുന്ന ശബ്ദത്തിന്റെ കുറഞ്ഞ പരിധി ഏകദേശം 20 ഹെർട്സും കൂടിയ പരിധി ഏകദേശം 20,000 ഹെർട്സും ആണ്. ഈ പരിധി വ്യക്തികൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. Crickets produce sounds when special parts in the wings rub against each other. These sounds are of high frequency. It is said that the Silent Valley takes its name from the absence of crickets there. 20 ഹെർട്സിൽ താഴെ ആവൃത്തിയുള്ള ശബ്ദത്തെ ഇൻഫ്രാസോണിക് എന്നും 20,000 ഹെർട്സിൽ കൂടുതൽ ആവൃത്തിയുള്ള ശബ്ദങ്ങളെ അൾട്രാസോണിക് എന്നും പറയുന്നു. അൾട്രാസോണിക് തരംഗങ്ങൾ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. കടലിന്റെ ആഴം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന സോണാർ, സൗണ്ട് നാവിഗേഷൻ ആൻഡ് റേഞ്ചിങ് എന്ന ഉപകരണത്തിൽ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു. വൈദ്യശാസ്ത്രത്തിൽ രോഗനിർണയത്തിനും ചികിത്സയ്ക്കും അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിക്കുന്നു.